റൊണാൾഡോ രണ്ട് പവർഫുൾ ഷോട്ടുമായിട്ട് അല്ലെങ്കിൽ ഗോളുമായിട്ടാണ് സൗദി പ്രോ ലീഗ് അൽ നാസറിന് വേണ്ടി ഉയർത്തി കൊടുത്തത്. ആ ഒരു ഫ്രീ കിക്ക് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ആ ഒരു ബുള്ളറ്റ് ഷോട്ട്, സൈഡ് ഗോളല്ല, റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള ഒരു പോയിന്റ് ഓഫ് പാസിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു കിടിലം. അത് രണ്ട് ഗോളുകളും അടിപൊളി പവർഫുൾ ഷോട്ടായിരുന്നു. അങ്ങനെ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് റൊണാൾഡോ അൽ നാസറിന് വേണ്ടി സൗദി പ്രോ ലീഗ് ഉയർത്തി കഴിഞ്ഞു. ഏറ്റവും ഒഫീഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും അൽ നാസറിൽ വന്നതിന് ശേഷം ആദ്യത്തെ ഒരു ട്രോഫിയാണ്. അറബ് ക്ലബ് ചാമ്പ്യൻഷിപ്പ് അടിച്ചിരുന്നു, പക്ഷെ അത് ഒഫീഷ്യലായിട്ട് ഫിഫ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ പിന്നെ അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസുകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല. ഓക്കെ, എങ്കിൽ നോക്കുകയാണെങ്കിൽ ഒഫീഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ട്രോഫി അൽ നാസറിന് വേണ്ടി റൊണാൾഡോ പൊക്കി കഴിഞ്ഞു വന്നതിന് ശേഷം. റൊണാൾഡോക്ക് ഈ ഒരു വർഷം 4 ട്രോഫികൾ നമ്മൾ മനസ്സിൽ കണ്ടിരുന്നു. ഒന്ന് സൗദി പ്രോ ലീഗ്, അതുപോലെ തന്നെ AFC ചാമ്പ്യൻസ് ലീഗ്, സൂപ്പർ കപ്പും അതുപോലെ തന്നെ വേൾഡ് കപ്പും. അതിൽ ഏറ്റവും ഞാൻ എക്സ്പെക്ട് ചെയ്ത അടിക്കാൻ സാധ്യത കൂടുതലാണെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്ത ട്രോഫി എന്ന് പറയുന്നത് AFC ചാമ്പ്യൻസ് ലീഗ് ആയിരുന്നു. ആ ഒരു ടീമുമായിട്ട് അൽ നാസറിന്റെ ഇത്രയും ബിൽഡപ്പ് ആയിട്ടുള്ള സ്കോർ തോക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്താ പറയാ, നിർഭാഗ്യവശാൽ തോറ്റുപോയി. ഇനി രണ്ടാമത്തെ സൗദി പ്രോ ലീഗ് അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് വേൾഡ് കപ്പ് തന്നെയാണ്. പോർച്ചുഗലിന് വേണ്ടി അണ്ണൻ വീണ്ടും വേൾഡ് കപ്പിൽ ഇറങ്ങാൻ പോവുകയാണ്. സോ ഈ ഒരു വേൾഡ് കപ്പ് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ബിൽഡപ്പ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഇക്കാലത്തും പോർച്ചുഗലിന്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, ഇത്തവണയുണ്ട്. അപ്പൊ ഇത്തവണ അടിക്കുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. റൊണാൾഡോ വേൾഡ് കപ്പ് അടിക്കുമോ ഇല്ലയോ? ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ, സ്കോറേഴ്സ് മൈൻ.